ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ പഞ്ചിലെ ടോപ്പ് എൻഡ് വേരിയന്റായ ക്രിയേറ്റീവ് പ്ലസ് AMT വേരിയന്റ് ആണ്. അതായത് ടോപ്പ് എൻഡിൽ ഓട്ടോമാറ്റിക് വേരിയന്റ്. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 2025 അപ്ഡേറ്റഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ടാറ്റ പഞ്ച് ക്രിയേറ്റീവ് പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ഒരു പ്രോപ്പർ SUV അല്ലെങ്കിൽ ഒരു മൈക്രോ SUV ലുക്ക് തരുന്ന ഒരു വാഹനം നമ്മുടെ ടാറ്റ പഞ്ച് തന്നെയാണ്. മറ്റ് സെഗ്മെന്റ് വാഹനങ്ങളെക്കാളും കുറച്ചും കൂടി റോഡ് പ്രസൻസ് നമുക്ക് തരുന്നത് ടാറ്റ പഞ്ചാണ്. പഞ്ചിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളറും ഈ ഒരു ഗ്രേ കളർ തന്നെയാണ്. ഇപ്പോൾ ഈ പഞ്ചിന്റെ ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺറൂഫ് വേണ്ട എങ്കിൽ ടോപ്പ് എൻഡിൽ സൺറൂഫ് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു വേരിയന്റ് കിട്ടും. അതല്ല സൺറൂഫ് വേണമെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് S എന്ന് പറഞ്ഞ് സൺറൂഫ് ഉള്ള വേരിയന്റ് അവൈലബിൾ ആണ്. അതിപ്പോൾ ടാറ്റ വാഹനങ്ങളിൽ മാത്രം കണ്ടുവന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. സൺറൂഫ് വേണ്ടാത്തവർക്ക് സൺറൂഫ് ഒഴിവാക്കിയിട്ടുള്ള മറ്റെല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് കീന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോളോ മീ ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. നമ്മുടെ നെക്സോണിന്റെ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം കീ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് LED DRL കൊടുത്തിരിക്കുന്നു. അത് ജസ്റ്റ് DRL മാത്രമായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുക. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ആ ഒരു ക്രോം ബാർ പോകുന്നത് കാണാം. ടോപ്പ് എൻഡിനും തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റുകളിലാണ് ആ ക്രോം ബാർ വരുന്നുള്ളൂ. മറ്റു വേരിയന്റുകൾ അതൊരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ലോ ബീം ആയിട്ട്. ഹൈ ബീം അതിനോട് ചേർന്ന് ഹാലജൻ ആയിട്ടുള്ള നോർമൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്ന ഫോഗ് ലൈറ്റ് കാണാം, അതും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 187 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. സെഗ്മെന്റിലെ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാം. ഫ്രണ്ടിലെ എയർ ഡാമിന്റെ പോർഷൻസിലെല്ലാം ആ ട്രയാരോ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ബെമ്പറും എയർ ഡാമിന്റെ പോർഷനെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒറ്റ നോട്ടത്തിൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. കാര്യം ടോപ്പ് എൻഡ് വേരിയന്റുകളാണ് നമുക്ക് ആ 16 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 195 സെഷൻ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് ഈ ടയർ സൈസ് വരുന്നത്. 195 60 ആണ് ടയർ സൈസ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അതിന്റെ നടുക്ക് നമുക്ക് ടാറ്റയുടെ ലോഗോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. റൂഫിന്റെ പോർഷൻസ് എല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. വശങ്ങളിൽ വലുപ്പത്തിൽ നമുക്ക് ബ്ലാക്ക് ക്ലാഡിംഗ് പോകുന്നത് കാണാം. അതിനകത്ത് നമുക്കൊരു ക്രോം ഇൻസെർട്ട് അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് അത്യാവശ്യം വേണ്ട ആക്സസറീസും ഈ വേരിയന്റിൽ ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. റിക്വസ്റ്റ് സെൻസർ കാണാം. ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഈ വേരിയന്റിൽ നമുക്ക് സൺറൂഫ് വരുന്നില്ല. സൺറൂഫ് ആണെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് S എന്ന് പറയുന്ന വേരിയന്റ് നമ്മൾ എടുക്കേണ്ടി വരും. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇത് ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഇങ്ങനെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വേരിയന്റിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് LED ടെയിൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് വേരിയന്റുകളെല്ലാം നമുക്ക് ഹാലജൻ ടെയിൽ ലൈറ്റുകളാണ് വരുന്നത്. ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ കാണേണ്ട എല്ലാ ഫീച്ചേഴ്സും പഞ്ചിന്റെ ടോപ്പ് എൻഡിലും ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്പോയിലർ ബാക്കിൽ വരുന്നില്ല. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. പഞ്ചിലൊക്കെ ഒരു സ്പോയിലർ വരുന്ന കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്ക് തരും. നമുക്കിവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് വരുന്നത്. ഇതിനകത്തൊരു ഡാഷ് ക്യാം ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ ക്യാമറ നിങ്ങൾക്ക് കാണാം. അതിന് താഴേക്ക് വന്നാൽ ടാറ്റ ലോഗോന്റെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാം. അതൊരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ പഞ്ച് എന്ന ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. ഇത് ഏത് വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും ഇപ്പോൾ പഞ്ചിൽ വരുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടെയിൽ ലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. രണ്ടും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന ട്രയാരോ ഡിസൈൻസ് കാണാം. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. വേറെ മറ്റ് വേരിയന്റുകളിൽ ഈ ഒരു പോർഷനിലാണ് നമ്മൾ റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ടും എന്താ പറയുക ഫോഗ് ലൈറ്റ് ഒക്കെ ചെയ്യാവുന്നതാണ്. സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ലോഗോന്റെ നേരെ താഴെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 366 ലിറ്റർ ആണ് പഞ്ചിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കൊരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡ് വരുന്നതിന് സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്തൊരു 70 മാറ്റ് ആക്സസറി ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിലെ മാറ്റുകളാണ്. ഇപ്പോൾ സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ബേസ് വേരിയന്റിലൊക്കെ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ
ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇപ്പോൾ ടോപ്പ് എൻഡ് ആയിട്ട് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ വരുന്നത്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ്, അംബ്രല്ല ഹോൾഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ പഞ്ചിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയ ഒരു സീറ്റ് കവേഴ്സ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനോട് താഴെ കൊടുത്തിരിക്കുന്നു. ഇത് AMT വേരിയൻ്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഉള്ള ഒരു ഡെഡ് പെഡൽ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ ഫോഗ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക്. ഇത് ഡ്രൈവ് മോഡുകൾ ഈക്കോ ആൻഡ് സിറ്റി 2 ഡ്രൈവ് മോഡുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ബട്ടൺസും ഇവിടെ കാണാം. പഞ്ച് ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിലേക്കാളും പ്രീമിയം ഇന്റീരിയർ ആണ് ഇപ്പോൾ പഞ്ചിൽ വരുന്നത്. ടാറ്റയുടെ തന്നെ 15 ലക്ഷം രൂപ വില വരുന്ന നെക്സോണിന്റെ ഇന്റീരിയറിൽ കാണുന്ന അത്രയും ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ പഞ്ചിൻ്റെ ഇന്റീരിയറിലും കാണാനായിട്ട് പറ്റും. അതിനുള്ള മെയിൻ റീസൺ ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. ഇപ്പോൾ ടാറ്റയുടെ ഒരു എല്ലാ കാറുകളിലും ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ ഈ ഒരു 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ വരുന്നത്. താഴേക്ക് നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അത് ലെതർ റാബായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുവശത്ത് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പറും ഓട്ടോ ഹെഡ്ലൈറ്റും സൺറൂഫുള്ള വേരിയന്റിൽ മാത്രമാണ് വരുന്നത്. അതായത് എസ് വേരിയന്റിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സോണിന്റെ പഴയ ടോപ്പ് എൻഡിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ്. നമുക്ക് RPM മീറ്ററും മറ്റ് ഫ്യൂവൽ ഗേജും എഞ്ചിൻ ടെമ്പറേച്ചറും ലൈറ്റ് ഫീച്ചറോട് കൂടിയും നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു MT, പിന്നെ കിലോമീറ്റർ, അങ്ങനെ വളരെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ കാണേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് ആ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിനകത്ത് TPM ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൂടിയും അഡീഷണലി ഇപ്പോൾ പുതിയ ടോപ്പ് എൻഡ് വേരിയന്റുകളിൽ ടാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടാറ്റയുടെ ഒരുവിധം എല്ലാ ടോപ്പ് എൻഡ് വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അത് ഹാർമൺ ട്യൂൺ ചെയ്തൊരു മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കറും 4 ട്യൂട്ടറും ഈ ടോപ്പ് എൻഡ് വേരിയന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതിന് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് അസിസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല HD ക്ലാരിറ്റിയോട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് വശങ്ങളിൽ കാണാം. അത് ഫുൾ സ്ക്രീനിൽ കാണുകയും അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ നമുക്ക് നേരെ താഴെ കാണുന്നുള്ള ഒരു ഒബ്ജക്റ്റ് നോക്കണമെങ്കിൽ അതിൻ്റെ ഒരു സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇമേജ് വ്യൂവർ ഉണ്ട്, മീഡിയ, അതായത് USB കണക്ട് ചെയ്താൽ നമുക്ക് ഫോട്ടോ കാണാം, വീഡിയോ പ്ലേ ചെയ്യാം, പിന്നെ FM റേഡിയോ. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ കേൾക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡോട്ട് ആപ്പിൾ കാർപ്ലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ളൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. അതിൻ്റെ നടുക്കാട് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ താഴെയുള്ള വേരിയന്റുകളെല്ലാം AC വെൻസിൻ്റെ അവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് കാണാം. എനിക്ക് തോന്നുന്നു എക്സ്റ്റീരിയറിലെ കളറിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇന്റീരിയറിലെ കളറിന് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു കിടക്കുന്ന ഒരു വൈറ്റിഷ് ഫിനിഷുള്ള കാറാണെങ്കിൽ അതിൻ്റെ ഇന്റീരിയറിൽ നമുക്ക് ഒരു ഗ്രീനിഷ് കളറിലാണ്. ഇപ്പോൾ ഈ ഒരു ഗ്രേ കളറിൻ്റെ ഇന്റീരിയറാണ് നമുക്ക് ഈ ഒരു വൈറ്റ് ഫിനിഷിൽ കാണാനായിട്ട് പറ്റുക. അത് താഴേക്ക് വന്നാൽ നമുക്ക് AC കൺട്രോളുകൾ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൺട്രോളുകളും നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് നമ്മളുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലാണ് അറിയാനായിട്ട് പറ്റുക. ACയുടെ ടെമ്പറേച്ചറും ഫാനും മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. അതിന് താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു USB ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് Type C ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ഡാഷ് ക്യാമിൻ്റെ കണക്ടിവിറ്റിയാണ്. നമ്മളുടെ 12 വോൾട്ടിൻ്റെ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും റെക്കോർഡിംഗ് ഉള്ള ഡാഷ് ക്യാമും വരുന്നുണ്ട്. ഏകദേശം 9,000 രൂപയുടെ അടുത്താണ് ഈ ഡാഷ് ക്യാമിന് കോസ്റ്റ് വരുന്നത്. അത് താഴേക്ക് വന്നാൽ നമ്മുടെ AMT ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുള്ള നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു പ്രീമിയം ലുക്കൊക്കെ കിട്ടുന്ന രീതിയിൽ. അതിനകത്ത് ഇപ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക് ആ ഒരു 3 ഓപ്ഷനാണ് AMTയിൽ വരുന്നുള്ളൂ. അത് താഴെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതിന് ചേർന്ന് നമുക്ക് ഒരു സെൻറ്റർ ആംബ സ്റ്റിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ടോപ്പിൽ സോഫ്റ്റ് ടച്ച് ആണ്. ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും
വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഗ്രാബ് ഹാൻഡിൽ പഞ്ചിന്റെ ഒരു വേരിയന്റിലും ഫ്രണ്ടിൽ 2 ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. സെന്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡും ലൈറ്റ് ഫീച്ചറും കൂടി ഈ ഒരു വേരിയന്റിൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. അതൊരു സോഫ്റ്റ് ഓപ്പണിങ്ങോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾ തുറന്നിട്ട് നമ്മുടെ താഴത്തേക്ക് വീഴുകയും കുറച്ചും കൂടി ഒരു പ്രീമിയം ടച്ച് നൽകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് പഞ്ചിൽ വരുന്നത്. ആ 4 ഡോറുകൾ നമുക്ക് 90 ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഡുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഡോർ ഹാൻഡിൽസ് ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ കാണാം. സ്പീക്കർ ഗ്രില്ല്, ട്യൂട്ടർ ഗ്രില്ല്, സ്പീക്കർ ആൻഡ് ട്യൂട്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്തൊരു 70 മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്നുണ്ട്. അതിന് താഴെ ഒരു USB ചാർജിങ് പോർട്ടുകളും കാണാം. അപ്പോൾ നമുക്ക് ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. സെൻറ്ററിൽ നമുക്കൊരു സെൻറ്റർ ആം റെസ്റ്റ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. വിത്ത് കപ്പ് ഹോൾഡറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സീറ്റ് കവറിന് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാം. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8-9 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ സേഫസ്റ്റ് കാറും പഞ്ച് തന്നെയാണ്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് പഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സും പഞ്ചിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിൽ അവൈലബിൾ ആണ്. ഇതിന് മുമ്പ് വന്നിരുന്ന പഞ്ചിൽ ഹിൽ ഹോൾഡ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഹിൽ ഹോൾഡും കൂടിയും വരുന്നുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെ പറയാം. 86.5 bhp ആണ് എഞ്ചിൻ തരുന്ന പവർ. 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ നമുക്ക് ടിയാഗോയിലും പഞ്ചിലും വരുന്നുണ്ട്. പഞ്ചിൽ ചെറിയൊരു ട്യൂണിങ്ങുകൾ ഡിഫറൻസ് വരുത്തിയാണ് 86 bhp കിട്ടുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് വെച്ച് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടാണ് ഈ പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ മാനുവൽ ഉപയോഗിക്കുന്നവർക്കൊരു 15-നും 16-നും ഇടയ്ക്കും, ഓട്ടോമാറ്റിക്കിൽ 14-നും 15-നും ഇടയ്ക്ക് മൈലേജ് ലഭിക്കും. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2025 ചെറിയൊരു പ്രൈസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇപ്പോൾ ബേസ് വേരിയന്റിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്ന 6,19,000 രൂപയാണ്. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,10,000 രൂപ നിങ്ങൾക്ക് 7,10,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പഞ്ചിന് ഏകദേശം 30,000 രൂപ വരെ ഓഫർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് 10,000 രൂപ കൺസ്യൂമർ ഓഫർ, എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ, 5,000 രൂപ കോർപ്പറേറ്റ് ഓഫർ. നമ്മൾ പറയുന്ന പ്രൈസിൽ എക്സ്ചേഞ്ച് ബോണസ് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. എക്സ്ചേഞ്ച് ബോണസ് ഒഴിവാക്കിയിട്ടുള്ള പ്രൈസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വേരിയന്റ്, അതായത് ഈ ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് പ്ലസ് മാനുവൽ വേരിയന്റിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,80,000 രൂപയും, അതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോമാറ്റിക് വേരിയന്റിന് 11,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൽ സൺറൂഫ് ഉള്ള വേരിയന്റ് അവൈലബിൾ ആണ്. ക്രിയേറ്റീവ് പ്ലസ് S എന്ന് പറഞ്ഞ് അതിന്റെ മാനുവലിന് 11 ലക്ഷം രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 12 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് പഞ്ചിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വിത്ത് സൺറൂഫ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 12 ലക്ഷം രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ആക്സസറീസ് ഒന്നും ചെയ്യേണ്ടി വരില്ല. ആ ബഡ്ജറ്റിന് ഒരു വാല്യൂ ഫോർ മണി കാർ തന്നെയാണ്. ഇപ്പോൾ 12 ലക്ഷം രൂപയ്ക്ക് മറ്റ് മാനുഫാക്ചേഴ്സ് തരുന്നതിനേക്കാളും കൂടുതൽ സേഫായിട്ടും ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാറായിട്ട് പഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗൂഗിളും മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും അത് EV ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ച് ആർക്കാണ് യൂസ്ഫുൾ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് ടാറ്റയിൽ നിന്ന് തന്നെ കുറച്ചുകൂടി ഒതുക്കമുള്ള എന്നാൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ ഈ ഒരു വേരിയൻ്റ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കൊക്കെ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 11 ലക്ഷം രൂപയൊക്കെ ബഡ്ജറ്റ് വരുന്നുണ്ട്. ആ ബഡ്ജറ്റിന് നെക്സോണിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ സെക്കൻഡ് വേരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് കിട്ടും. അതല്ല ഇപ്പോൾ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഒതുക്കമുള്ള ഒരു വാഹനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പഞ്ചാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.